Hi students, in our last class you studied heating effect of current, mathematical expression for Joule's heating, that is H is equal to I square RT, and some other formula derived from this equation, that is H is equal to I into V into T, H is equal to V square by R into T, H is equal to Q into V. Today we shall try to solve some numerical problems related to heating effect of current. Our first question, an electric iron of resistance 20 ohm takes a current of 5 ampere. Calculate the heat developed in 30 seconds. An electric iron of resistance 20 ohm. Resistance 20 ohm, that R is equal to 20 ohm. Takes a current of 5 ampere. 5 ampere current ആണ്, അതായത് I is equal to 5 ampere. Calculate the heat developed in 30 seconds. 30 seconds. Time ആണ് T is equal to 30 seconds. ഇവിടെ കാണാൻ പറ്റുന്നത് calculate the heat developed. അപ്പോൾ heat ആണ് കാണാൻ പറ്റുന്നത്, അതായത് H is equal to question mark. H കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ H ഉം ഈ തന്ന വാല്യൂസ് ഒക്കെ ഉള്ള ഒരു ഫോർമുലയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലാസ് ആണ് ഇതിലുള്ളത്. അപ്പോ R ഇതിലുണ്ട്, I ഇതിലുണ്ട്, T ഇവിടെ ഉണ്ട്, H ഇതിലുണ്ട്. അപ്പൊ ഇതൊക്കെയുള്ള ഫോർമുല H is equal to I square RT. H കാണാൻ പറഞ്ഞിട്ടുണ്ട് equal to I square. I 5 ampere ആണ്, I square 5 square into R 20 into T 30. This is equal to 5 square എന്ന് പറഞ്ഞാൽ 25 into 20 into 30, അതായത് 15,000. അപ്പോൾ ആൻസർ 15,000 ആണ്. H എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. അപ്പോൾ ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ. അപ്പോൾ H is equal to 15,000 joule. Okay. Our second question is 100 joule of heat is produced each second in a 4 ohm resistance. Find the potential difference across the resistor. 100 joule of heat is produced. Our heat produced here is 100 joule. The heat is H. 100 joule of heat is produced each second. Our time is 1 second. 100 joule of heat is produced each second in a 4 ohm resistance. 4 ohm resistance on R. Find the potential difference across the resistor. Potential difference on the V is equal to question mark. V ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ V ഉള്ളതും അതേപോലെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഉള്ള ഫോർമുല ഇത് കണ്ടെത്തണം. അപ്പൊ ഇതില് ഇതൊക്കെ ഉള്ളത് ഫോർമുല ഇതാണ്, അതായത് H ഇവിടെ ഉണ്ട്, T ഇവിടെ ഉണ്ട്, R V. അപ്പൊ ഇതൊക്കെ ഉള്ളത് ഈ ഫോർമുലയാണ്, അതായത് H is equal to V square by R into T. H 100 ആണ്, equals V square. ഇവിടെ V ആണ് കാണാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനെ തന്നെ എഴുതി, by R അതാണ് 4 into T. 1 second. അത് 100 into 4 is equal to 4 into പോയി കഴിഞ്ഞാൽ V square into 1, അതായത് V square. 100 into 4 എന്ന് പറഞ്ഞാൽ 400 is equal to V square. Therefore, V is equal to root of 400. V square എന്ന് പറയുന്നത് 400 ആണ്. അപ്പൊ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root of 400. അതാണ് V is equal to root of 400. Root of 400 എത്രയാണ്? 20. അപ്പൊ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്, 20 ആണ് യൂണിറ്റ് വാട്ട്. അപ്പൊ V is equal to 20 watt. ഓക്കെ. നമ്മളിപ്പോ ഇവിടെ ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തത് H is equal to V square by R into T എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോർമുല വെച്ച് കാണാൻ പറ്റും. H ഇവിടെ ഉണ്ട്, T
ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, വി ഇതിലില്ല. പക്ഷെ വിക്ക് പകരം എന്താണുള്ളത്? ഐ ആണുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഐ കാണാം. ഐ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വി കാണാൻ പ്രയാസമില്ല. ഐ കണ്ടു കഴിഞ്ഞാൽ ഐയും വിയും ഉള്ള ഫോർമുല കണ്ടെത്താം. അതിൽ നിന്ന് നമുക്ക് വി കാണാൻ പറ്റും. അപ്പോ ഇതൊന്ന് ആദ്യം വായിക്കാം. അപ്പോ ഈ ഫോർമുല വെച്ച് എങ്ങനെ ചെയ്ത് നോക്കാം. H is equal to I square RT. H is equal to I square RT. H 100 I square I തന്നിട്ടില്ല, അപ്പൊ അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു R 4 ഇൻറ്റു T 1. 100 is equal to I square into 4. I square is equal to 100 by 4. I square തന്നെ എന്നാൽ 4 കൊണ്ട് മാറ്റാം, അതായത് 100 by 4. 100 by 4 എന്ന് പറഞ്ഞാൽ 25. I square is equal to 25. I square 25 ആണെങ്കിൽ I എങ്ങനെ കാണാം? Therefore I is equal to I square 25 ആണ്. pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root of 25. root of 25 എത്രയാണ്? 5. pi എന്ന് പറഞ്ഞാൽ 5 ആംപിയർ. ഇത് കറന്റ് ആണല്ലോ, അപ്പോൾ 5 ആംപിയർ. അപ്പൊ I നമുക്ക് കിട്ടി I is equal to 5 ആംപിയർ. അപ്പൊ കാണേണ്ടത് ഏതാണ്? V ആണ് കാണേണ്ടത്. അപ്പോ ഐയും വിയും റിലേറ്റ് ചെയ്ത ഫോർമുല കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നമുക്ക് വി കാണാൻ പറ്റും. ഐ വി ഉള്ള ഫോർമുല ഏതാണ്? ഓംസ് ലോ പ്രകാരം പഠിച്ചിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതിൽ വി എന്താണ് തന്നിട്ടില്ല, അങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു ഐ 5 ഇൻറ്റു ആർ. ആർ എത്രയാണ്? 4. ഈക്വൽ ടു 5 to 4 20. അപ്പൊ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, അതായത് വി ഈക്വൽ ടു 20 വോൾട്ട്. ഇതാണ് നമ്മുടെ ആൻസർ. Our third question. Compute the heat generated while transferring 96,000 coulomb of charge in 1 hour through a potential difference of 50 watt. Compute the heat generated while transferring 96,000 coulomb of charge. 96,000 coulomb. ഇത് ചാർജ് ആണ്. ചാർജ് റെപ്രസെന്റ് ലെറ്റർ Q. Q is equal to 96,000 coulomb. Compute heat generated while transferring 96,000 coulomb of charge in 1 hour. 1 hour സമയം തന്നിട്ടുണ്ട്, അതായത് T is equal to 1 hour. T is equal to 1 hour. നമുക്ക് കിട്ടേണ്ടത് അവറിലല്ല, സെക്കൻഡിലാണ്. അതായത് 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. In 1 hour through a potential difference of 50 watt. 50 watt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 50 വാട്ട്, അതായത് V is equal to 50 വാട്ട്. എന്താ കാണാൻ പറഞ്ഞത്? കമ്പ്യൂട്ട് ദ ഹീറ്റ് ജനറേറ്റഡ്, അതായത് ജനറേറ്റ് ചെയ്ത ഹീറ്റ് ആണ് കാണാൻ പറഞ്ഞത്, അതായത് H is equal to ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോ Q തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, H കാണാം. അപ്പൊ ഇതൊക്കെയുള്ള ഇക്വേഷൻ ഏതാ നോക്കുക. ഇതാണ് ഒരു ഇക്വേഷൻ, അതായത് H ഉണ്ട്, Q ഉണ്ട്, V ഉണ്ട്. എന്നാൽ T തന്നിട്ടില്ല. പക്ഷേ H ആണ് കാണാൻ പറയുന്നത്. Q V ഉണ്ടെങ്കിൽ H കാണാൻ പറ്റും, T ആവശ്യമില്ല. H is equal to Q into V. H തന്നിട്ടില്ല, Q 96,000 into V 50. 96,000 into 50 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 48 lakh. ഇത്രയും ജൂൾ ഹീറ്റ് ആയതുകൊണ്ട് 48 lakh ജൂൾ. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം തന്നെ ഇതിലുള്ള വേറൊരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അത് വ്യത്യസ്ത രീതി പരിചയിക്കുന്നത് നല്ലതാണ്. എക്സാമിന് ഇത് തന്നെ എഴുതിയാൽ മതി, എങ്കിലും വേറെ രീതി നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിക്കാം. അപ്പൊ ഇതൊക്കെയുള്ള ഇക്വേഷനിൽ ഏതാണ്? ഇതാണ് ഇക്വേഷൻ. H is equal to I into V into T. അതായത് H ഇവിടെ ഉണ്ട്, V T Q ഇല്ല, പക്ഷെ Qന് പകരം I ആണ് തന്നിട്ടുള്ളത്. അപ്പൊ Hലാണെങ്കിൽ I അറിയണം, പക്ഷെ I തന്നിട്ടില്ല, അതിന് പകരം Q ആണ് തന്നിട്ടുള്ളത്. പക്ഷെ Iയും Qയും റിലേറ്റ് ചെയ്ത ഫോർമുല ഉണ്ട്, അത് വെച്ച് നമുക്ക് I കാണാൻ പറ്റും. അതായത് ഈ പാഠത്തിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട് I is equal to Q by T. ആ ഫോർമുല വെച്ചിട്ട്
ഐ കാണാം, ഐ കണ്ടു കഴിഞ്ഞാൽ എച്ച് കാണാൻ പറ്റും. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി. എച്ച് തന്നിട്ടില്ല, അങ്ങനെ തന്നെ എഴുതി. ഐ തന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു വി 50 ഇൻറ്റു ടി 3600. എച്ച് ആണ് കാണാൻ പറഞ്ഞുള്ളത്, പക്ഷെ ഐ തന്നിട്ടില്ല. ഐ കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എച്ച് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഐ തന്നിട്ടില്ല, പക്ഷെ ഐക്ക് പകരം എന്താ തന്നിട്ടുള്ളത്? ക്യൂ ആണ്. അപ്പൊ ഐയും ക്യൂ റിലേറ്റ് ചെയ്ത ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഐ കണ്ടെത്താം. ഐ കണ്ടു കഴിഞ്ഞാൽ എച്ച് കാണാൻ പറ്റും. ഓക്കെ, ഇതില് ഐ തന്നിട്ടില്ല, നിങ്ങൾ പറയാം ക്യൂ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഐയും ക്യൂവും റിലേറ്റ് ചെയ്ത ഫോർമുല ഈ തുടക്കത്തിൽ പഠിച്ചത് ഓർക്കുക. അതായത് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതില് ക്യൂ എത്രയാണ്? 96,000 ബൈ ടി 3600. ഐ ഇസ് ഈക്വൽ ടു 96,000 ബൈ 3600. ഇനി ഇത് ഡിവൈഡ് ചെയ്യാതെ ഐ അതേപടി ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് എച്ച് ഇസ് ഈക്വൽ ടു ഐ എത്രയാണ്? 96,000 ബൈ 3600 ഇൻറ്റു 50 ഇൻറ്റു 3600. 3600 മുകളിലുണ്ട്, താഴെയുണ്ട്. ഇത് രണ്ടും വെട്ടിക്കും. ബാക്കി എന്താ ഉള്ളത്? ഇക്വൽ ടു 96,000 ഇൻറ്റു 50. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 48 ലാക്ക് കിട്ടും. ഇത് ഹീറ്റ് ആണ്, അതായത് 48 ലാക്ക് ജൂൾ. ഓക്കെ.